പൂക്കൃഷിയിൽ നൂറുമേനി വിളയിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് യുവാക്കളായ ഈ സുഹൃത്തുക്കൾ. കായംകുളം പത്തിയൂർ സ്വദേശി ടോമിൻ വില്ലയിൽ ടോമിനും കായംകുളം ചെറാവള്ളി സ്വദേശി തയ്യിൽ ഹൗസിൽ സുജിൻലാലുമാണ് ഓണത്തോടനുബന്ധിച്ച് ബന്ദികൃഷി ചെയ്തത്. പൂക്കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് യുവാക്കളായ ഈ സുഹൃത്തുക്കൾ. കൃഷി ചെയ്യണമെന്ന ആഗ്രഹത്തിൽ കായംകുളം പത്തിയൂർ സ്വദേശി ടോമിൻ വില്ലയിൽ ടോമിനും കായംകുളം ചേരാവള്ളി സ്വദേശി തയ്യിൽ ഹൗസിൽ സുജിൻലാലുമാണ് ഓണത്തോടനുബന്ധിച്ച് കൃഷി ചെയ്തത്. കൃഷി ചെയ്യണമെന്നുള്ള ആശയത്തിൽ നിന്നും തുടക്കമെന്നോണമാണ് ബന്ദിപ്പൂ കൃഷി ചെയ്ത് ഇവർ നൂറുമേനി വിളയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വെറൈറ്റി ഫാർമർ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നും ബന്ദി തൈകളെ കുറിച്ചുള്ള അറിവുകൾ നേടുകയും അതിനോട് ബന്ധമുള്ള ആളുകളിൽ നിന്നും 7000 തൈകൾ വാങ്ങി വീടിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത് നടുകയുമായിരുന്നു. ഇത് ഞങ്ങൾ ബന്ദി കൃഷി തുടങ്ങിയത് ഞാനും എൻ്റെ സുഹൃത്തുമായ സുജിൻലാലൂടെ ചേർന്നിട്ടാണ്. ഞങ്ങൾ ഓണം പ്രമാണിച്ച് ഒരു കൃഷി ചെയ്യണമെന്നുള്ളൊരു ആശയത്തിൽ ഞങ്ങൾ FBയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ഇതുമാതിരി ബന്ദി കൃഷി തുടങ്ങുന്നത് നമുക്ക് ലാഭകരമാണെന്നും അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ ബന്ദിയുടെ തൈ ഞങ്ങൾ മേടിക്കുകയും അതിൽ തുടർന്ന് നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഏക്കർ സെൻറ്റിൽ വെജിറ്റബിൾ കൃഷി തുടങ്ങാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഇരുന്ന സമയത്താണ് ഞങ്ങൾ ഇതുപോലെ ഫേസ്ബുക്കിൽ നിന്നൊരു പോസ്റ്റ് കണ്ടത് ബന്ദി കൃഷിയെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കൃഷിയിലോട്ട് തിരിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളിത് അതിനെക്കുറിച്ച് കൃഷി വകുപ്പിലും ഒക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളിത് സ്വന്തമായി തന്നെ ബന്ദികളുടെ തൈകൾ 7000 തൈകൾ നമ്മൾ ഇവിടത്തേക്ക് മേടിക്കുകയും ഞങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത്. ഞങ്ങൾക്ക് 100% നമുക്കതൊരു വിജയമായി തന്നെ തീർന്നു. ഇനി ഞങ്ങൾ അടുത്ത ഇതിനോട് ചേർന്ന് തന്നെ വെജിറ്റബിൾ കൃഷി ചെയ്യണമെന്നുള്ള ആശയമാണ്. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്തും ഒരു ബിസിനസ് ചെയ്യുന്നു. ഞങ്ങൾ അതിനെ കിട്ടുന്ന സമയത്തിനാണ് ഞങ്ങളിത് സ്വന്തമായിട്ട് തന്നെ പരിപാലിച്ചിരിക്കുന്നത്. കൂടുതലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവുകളാണ് കൃഷി ചെയ്യുന്നതിന് ഇവർക്ക് പ്രയോജനമായത്. അതേസമയം മാറി വന്ന കാലാവസ്ഥ കൃഷിയെ നല്ല രീതിയിൽ ബാധിച്ചു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പൂക്കൃഷി വിജയിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇവർ മുൻപോട്ട് പോകുകയായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുവാനും കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്തെന്നും ഇനിയും കൂടുതൽ കൃഷികളുമായി മുന്നോട്ടു പോകുമെന്നും ടോമിൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.